ഞാനിന്ന് വീഡിയോ ചെയ്യാനിരുന്നിട്ട് 2 തവണ എൻ്റെ വീഡിയോ ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു. കാരണം വേറൊന്നുമല്ല, ഇതുവഴി റോഡ് സൈഡിലാണ് ഈ ഓട്ടോ പോകുന്നുണ്ട്. യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഓട്ടോയാണ്. എന്തോ ശബ്ദമാണ്, ഭയങ്കര ശബ്ദം. അത് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കാൻ ഉള്ള ദൂരത്തിന് എത്തുമ്പോഴും ആ ശബ്ദം പൂർണ്ണമായിട്ടും മാറില്ല. അത്രമാത്രം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് പേടിയുണ്ട്, കുഞ്ഞുണരുമോ, അത്ര ശബ്ദമാണ്. വണ്ടി കംപ്ലൈൻ്റ് ആണോ മറ്റെന്തോന്നറിയില്ല. ചില ഓട്ടോകൾക്ക് ഭയങ്കര ശബ്ദമാണ്. എനിക്ക് ഈ ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതും ഒരു ശബ്ദ മലിനീകരണം തന്നെയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ അതാദ്യമേ പറഞ്ഞ് നിർത്തിയേക്കട്ടെ. ഇനി എനിക്ക് പറയാൻ തോന്നി, ഞാനിങ്ങനെ ആലോചിച്ച ഒരു കാര്യമാണ്. ഇപ്പം കപ്പലിന് അങ്ങനെ ഒരു അപകടം ഉണ്ടായി, അപ്പോൾ അതിൽ നിന്ന് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു. എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും ഇപ്പം ഏകദേശ ധാരണയുണ്ട്. അതിനെ കുറച്ചുകൂടി പേടിപ്പിക്കുന്ന ധാരണകൾ നമ്മുടെ ന്യൂസ് ചാനലും മറ്റും പറഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പേരിൽ കുറേ പേർക്ക് ടെൻഷനും കാണും, മത്സ്യം വാങ്ങിച്ച് ഉപയോഗിക്കാൻ. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ക്യാപ്റ്റൻ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ആളെ ഇങ്ങനെ അവർ അങ്ങനെ കപ്പലിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ട് കാണിച്ചു. ഇങ്ങനെ ആ പുള്ളി ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയി. പക്ഷേ എനിക്ക് അയാളുടെ ആ ഫേസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും വല്ലാത്തൊരു ഫീൽ എനിക്ക് തോന്നി. ഇപ്പോഴും ആ മുഖം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സംഭവമാണ് അല്ലേ. അതിൽ മൊത്തം കണ്ടെയ്നറുകൾ. അപ്പോൾ ഈ കണ്ടെയ്നറുകളിലെല്ലാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗം കൂടി അടങ്ങിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബിസിനസ്സുകൾ ഒക്കെയാണ് അല്ലേ. എല്ലാം ഈ പണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഞാനൊരു പരസ്യം കണ്ടിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ പരസ്യത്തിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു കട, ആ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി അത് കണ്ടിട്ട് അവൻ ഒരാഗ്രഹം തോന്നുന്നു. പക്ഷേ അവൻ്റെ ഒപ്പമുള്ള ആൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അതിനൊരു നിസ്സാര വസ്തുവാണ്, ഇതിലും നല്ലത് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പക്ഷേ കുട്ടിയുടെ മനസ്സ് അവിടെ ഉടക്കിയിരിക്കുകയാണ് ആ കണ്ടതിൽ. അപ്പം അയാൾക്ക് ഭയങ്കര വിഷമമാവുന്നു. പിന്നീട് അവിടെ ഒരു വിദേശി വരുന്നു. അയാൾക്ക് അതിനതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ് ഉണ്ട്, അത് കുറേ അധികം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതങ്ങനെ കയറ്റി അയക്കുന്നു, ഷിപ്പിലൂടെയാണ് അയക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സംഭവം, ഒരു കഥ പോലെ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ അത് ആ ഷിപ്പ് പോകുന്നതൊക്കെ നോക്കിയിരിക്കുന്നത് കാണുന്ന ഒരു പരസ്യമാണ് എൻഡിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണല്ലോ. എന്തായാലും ഒരു അപകടം സംഭവിക്കാതെ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് അല്ലേ, അതാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു കപ്പലിനെ ഒരു അപകടവും ഉണ്ടാക്കാതെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഇല്ലേ സേഫായിട്ട് യഥാസ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് ക്യാപ്റ്റൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അപ്പോൾ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റനും മറ്റു ചിലരും മാത്രം ഷിപ്പിലുണ്ട്, ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടുത്തിയെന്ന്. നമ്മൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി. അയാൾ രക്ഷപ്പെടാൻ തയ്യാറാകാതെ ആ കപ്പലിനൊപ്പം താഴുകയാണ് വെള്ളത്തിലേക്ക്. അത് കുറച്ച് അയാളുടെ ആ ജോലിയുടെ ഭാഗം അയാൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ കപ്പൽ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റനും കപ്പലും തമ്മിൽ അത്ര അധികം ഒരു ബന്ധമാണല്ലോ ഉള്ളത്. അപ്പോൾ അവർക്ക് ആ കപ്പലിനെ ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ വലിയ
ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അയാളുടെ മുഖത്ത് നിന്ന് ആ വേദന മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ ഇന്ന് ഓർത്തെടുത്ത ആ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ഒരു നിവൃത്തിയുമില്ല എന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ആ ക്യാപ്റ്റൻ സ്വന്തം രക്ഷ തേടി പോകുന്നത്. കാരണം ഈ കപ്പൽ ഇങ്ങനെ ചരിയുന്നു. നമുക്കറിയാം ഒരു ചരിവ് എന്ന് പറയുമ്പോൾ ഡിഗ്രിയിലാണ് പറയുക. അപ്പോൾ ഇത്ര ഡിഗ്രി ചരിവ് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ചരിവ് നിവർക്കാൻ വേണ്ടിയിട്ട്, നേരെയാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടെയ്നറുകളുടെ സ്ഥാനമൊക്കെ മാറ്റിയൊക്കെ നോക്കി. പക്ഷേ രക്ഷയില്ല. പിന്നീട് അവർക്ക് മനസ്സിലായി കപ്പൽ ഒരു സൈഡ് ചരിഞ്ഞ് മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോഴാണ് അവർ തിരിച്ചു പോരുന്നത്. പക്ഷേ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് എത്രയധികം വിലയുള്ള എത്ര രൂപ വില മതിക്കുന്ന ആ കപ്പൽ, അതിനൊപ്പം പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ, ഇതെല്ലാം എത്ര വിലമതിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം ഇതിനെയെല്ലാം തിരികെ കിട്ടില്ല എന്നറിഞ്ഞിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടും അല്ല എന്ന് കരുതി, ചിലപ്പോൾ മനസ്സോടെ ആയിരിക്കാം ആ ഒരു ക്യാപ്റ്റൻ തിരിച്ച് കരയിലേക്ക് വന്നിട്ടുണ്ടാകുന്നത് അല്ലേ. കാരണം ഈ കപ്പൽ യാത്ര എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഉള്ള യാത്രകളല്ല, അതിനപ്പുറത്തേക്ക് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളുണ്ട് അല്ലേ. അപ്പം അത്രയും ദിവസം താൻ ജീവിച്ചിരുന്ന ഒരു കപ്പൽ അല്ലേ, മറ്റൊരു ജോലി പോലെയുള്ളതല്ലല്ലോ ഈ കപ്പൽ ഉള്ള ജോലി എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ ഇപ്പം പൈലറ്റുമാർ അവർ ഓരോരുത്തർ ഇറങ്ങുന്നുണ്ട്, വീട്ടിലേക്ക് പോകാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കടലിലെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്യുന്നു. ഇടയ്ക്ക് എവിടെയെങ്കിലും ഈ നമ്മുടെ കണ്ടെയ്നറുകൾ ഇറക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇറക്കാം. ഇല്ലെങ്കിൽ ദൂരേക്കുള്ള യാത്രകളാണെങ്കിൽ കുറേ അധികം ദിവസങ്ങൾ എടുത്തിട്ടാണ് അവരുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത്രയും ദിവസവും താമസിക്കുന്ന ഒരു വീടും കൂടി തന്നെയാണ് ഈ കപ്പലുകളില്ലേ. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം തന്നെ ഈ കപ്പലിലാണ്. അപ്പോൾ ഒരു വീടും കൂടിയാണ് ഈ കപ്പലെന്ന് പറയുന്നത് അവരുടെ. അപ്പം സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറയുക എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. ഒരു പക്ഷേ ഇന്ന് ആ കപ്പൽ മുങ്ങിയ ശേഷം ആ ക്യാപ്റ്റനും അതിലെ ജീവനക്കാരും ഒക്കെ എന്തോരം വേദനിക്കുന്നുണ്ടാവാം അല്ലേ, എന്തോരം വിഷമിക്കുന്നുണ്ടാവാം. നമുക്കാണെങ്കിൽ മൊത്തം ആശങ്കയാണ്. എണ്ണപ്പാട, മറ്റു രാസവസ്തുക്കൾ ഇതൊക്കെ കലർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു ഡോൾഫിനോ മറ്റോ കടൽ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് ചത്ത് എന്നൊരു വാർത്തയും കൂടെ കേട്ടു. അപ്പം പിന്നെ കുറേ പറയുന്ന കണ്ടെയ്നറുകൾ കിട്ടിയിട്ടുള്ളതൊക്കെ കുറച്ച് തുണികളും മറ്റുമാണ്. പിന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ അതിൻ്റെ ക്രിസ്റ്റലുകൾ പോലുള്ള ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് തീരങ്ങളിൽ. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഒഴിയാബാധ പോലുള്ള കാര്യമാണ്. അത് നശിക്കുക എന്ന് പറയുന്നത് സംഭവം അത് പ്രശ്നമാണ്. അതങ്ങനെ നശിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മളതിനെ എങ്ങനെ റിമൂവ് ചെയ്യണം, എങ്ങനെ പഴയ രീതിയിൽ കടൽ തീരങ്ങളെ ആക്കി മാറ്റണം. ഈ കടലിൽ ഇപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഒഴുകി നടപ്പുണ്ട്. ചില മത്സ്യങ്ങളൊക്കെ അത് കഴിക്കും. ഇങ്ങനെ പൊങ്ങിയല്ലേ, ഇതിങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ ചിലത് അതിൻ്റെ കളറും മറ്റും ആകർഷിച്ച് അതെടുത്ത് ഭക്ഷിക്കാം. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കടലിന് ഇതുമൂലം ഉണ്ടാവും. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റി എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രശ്നമല്ലാതാവില്ലല്ലോ. എന്തൊക്കെയാണോ കുറച്ച് നാളത്തേക്ക് ഇനി നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും അങ്ങനെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആ വലിയ കപ്പലും കുറേ വസ്തുക്കളും കൂടെ മുങ്ങിപ്പോവുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇല്ലേ. ടൈറ്റാനിക്കിൻ്റെ കാര്യം പറയാൻ ഒരിക്കലും മുങ്ങില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി
അമിതമായ ആത്മവിശ്വാസവും അമിതമായിട്ടുള്ള അഹങ്കാരവും കൊണ്ട് ഉണ്ടാക്കിയൊരു കപ്പൽ കൂടിയാണ് ടൈറ്റാനിക്. പക്ഷെ ആദ്യത്തെ യാത്രയിൽ തന്നെ നാശം സംഭവിച്ചു എന്നുള്ളതാണ്. ഇല്ല, നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു ടൈറ്റാനിക്കിനെ കുറിച്ച്, ഇംഗ്ലീഷിലോ മറ്റോ, സിങ്കിങ് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കപ്പൽ ദുരന്തം ഏതായാലും ഇങ്ങനെ സംഭവിച്ചു. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇത്രയും വലിയൊരു സംഭവം ഇപ്പം കടലിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു, പിന്നെ അത് മുങ്ങുന്നത് പതുക്കെ 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 മുങ്ങി ഇങ്ങനെ താഴോട്ട് വന്നു. അപ്പോൾ ജലനിരപ്പിൽ നിന്ന് താഴേക്ക് ഇതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ യാത്ര വളരെ എളുപ്പമാവും, ഇല്ലേ? പിന്നെ അങ്ങ് താഴ്ന്നു പോവുക എന്നുള്ളതാണ്. വളരെ സ്പീഡിൽ താഴ്ന്നു പോയി അടിത്തട്ടിൽ മുങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു സംഭവം വരുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾ, കടലിനടിയിലുള്ള ജീവജാലങ്ങളൊക്കെ ആകെ ഓർക്കിത് എന്താണ് സംഭവം എന്നുള്ള ഒരു ടെൻഷനിൽ കാണും അവർക്കും, ഇല്ലേ? എന്നാലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരും എന്തൊക്കെയായിരിക്കാം ആ സമയത്ത് ചിന്തിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു സംഭവമല്ലേ അവർ. പിന്നെ താഴേക്ക് വന്ന് ഇതിൽ നിന്ന് എല്ലാം നശിച്ച് പോകുന്ന ഒരു സമയമായി കഴിയുമ്പോൾ ചില മത്സ്യങ്ങളൊക്കെ കൂടായിട്ടും അതുങ്ങൾ ഉപയോഗിക്കുമായിരിക്കില്ലേ. നമ്മൾ കടലിനടിയിലേക്ക് ഉള്ള വീഡിയോ, കടലിന് അടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ ഓരോരോ ജീവികൾ കയറി കൂട് വെച്ച് ഇങ്ങനെ താമസിക്കുന്നു. അതുപോലെ ചെയ്യുമായിരിക്കും. ഇല്ലെങ്കിൽ ഇതിനെ അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ല സാധ്യതയും ഉണ്ടോ? എന്തായാലും വലിയൊരു നാശം തന്നെയായിരുന്നു അത്, അല്ലേ? അതായത് ഈ കപ്പലുകൾ പൊളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതിൻ്റെ ഒരു പ്രായമുണ്ടല്ലോ, ഇത്ര വർഷം എന്നുള്ള. അതിന് ശേഷം ഈ കപ്പലുകളൊക്കെ പൊളിക്കും. അതും പാരിസ്ഥിതികമായിട്ടുള്ള വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇനി എന്തൊക്കെയാണോ ഇതൊക്കെ വരുന്നത്. ഇപ്പം തന്നെ ആളുകളൊക്കെ കുറേ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറിച്ചാണ്, മീനെല്ലാം ചത്തു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദുഷ്ടകൂട്ടങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഇട്ട് അതും ഇതും പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. എല്ലാം ഇതിൻ്റെ കൂടെ വരും. എല്ലാവരും എന്തായാലും എവിടെ നിന്നൊക്കെ മുതലെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന് മുതലെടുക്കാം എന്ന് കരുതുന്ന കുറേ ജീവികൾ എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ എന്താ ഒരു മാർഗം, അല്ലേ? നമ്മൾക്ക് കേൾക്കുന്നവർക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ആ ക്യാപ്റ്റൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനും അപ്പുറത്തേക്ക് ആ കണ്ടെയ്നറുകൾ ആരുടെയൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ കണ്ടെയ്നറുകൾ കൊടുത്തു വിട്ട വ്യക്തികളുടെ മനസ്സിൽ എന്തായിരിക്കില്ലേ? ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും എന്നുള്ളതാണ്. എങ്കിലും നഷ്ടം തന്നെയാണല്ലോ, അല്ലേ?